കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. തിരച്ചിലിനായി കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ രാവിലെ എത്തിക്കും. ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ച ലോറി കിടക്കുന്ന സ്ഥലം കണ്ടെത്താനും ശ്രമം. ഇടുക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥിയെ ലാത്വിയയിലെ തടാകത്തിൽ കാണാതായത് ആനച്ചാൽ സ്വദേശി ആൽബിനെ. തിരച്ചിൽ നടക്കുന്നുവെന്ന് കോളേജ് അധികൃതർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ തേടി കുടുംബം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ CPI തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം ഇന്ന്. തെരഞ്ഞെടുപ്പ് പരാജയവും മേയർ വിഷയവും പ്രധാന അജണ്ട. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുക്കും. കൊല്ലത്ത് KSRTC ബസ് മോഷ്ടിക്കാൻ ശ്രമം. ഡിപ്പോയിൽ നിന്ന് കടത്താൻ ശ്രമിച്ച വാഹനം പോലീസ് പിടികൂടി. തെന്മല സ്വദേശി കസ്റ്റഡിയിൽ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസുകാരുടെ പ്രതിഷേധം. സമരം ശമ്പള വർധനയും തൊഴിൽ സ്ഥിരതയും ആവശ്യപ്പെട്ട പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടൽ. ഗോവൻ തീരത്ത് ചരക്കു കപ്പലിന് തീപിടിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കപ്പലുകളെ വഴി തിരിച്ചുവിടാൻ കോസ്റ്റ് ഗാർഡ്. വനിതാ ഏഷ്യാ കപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തു. 109 റൺസ് വിജയലക്ഷ്യം. 15-ാം ഓവറിൽ ഇന്ത്യ മറികടന്നു. 3 വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മ കളിയിലെ താരം. വനിതാ ഏഷ്യാ കപ്പിൽ നിന്ന് ഗ്രൂപ്പ് ബി പോരാട്ടം. ടൂർണമെന്റിലെ ആദ്യ ജയം തേടി മലേഷ്യയും തായ്ലൻഡും നേർക്കുനേർ. രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കൻ വനിതകൾ ബംഗ്ലാദേശ് വനിതകളെ നേരിടും. മത്സരം രാത്രി 7 മണിക്ക്. സ്വീഡിഷ് ഓപ്പൺ സെമി ഉറപ്പിച്ച് സ്പാനിഷ് ഇതിഹാസം റഫേൽ നദാൽ. ക്വാർട്ടറിൽ അർജന്റീനയുടെ മരിയാനോ നവോണിനെ പരാജയപ്പെടുത്തി. സ്കോർ 6-7, 7-5, 7-5. സെമിയിൽ ക്രൊയേഷ്യയുടെ അസ്ദുക്കോവിച്ചിനെ നേരിടും. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2ാം തവണയും മികച്ച പുരുഷ താരമായി ലാലിയൻ സുവാല ചാങ്തെ. വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ഇന്ദുമതി കതിരേശൻ.